സാധാരണ ഒരു ഫാമിലി. ആ ഫാമിലിയിലെ ഇളയ പയ്യൻ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് കൊണ്ടുവരികയാണ്. ഒരുപാട് ആഗ്രഹത്തോടു കൂടിയാണ് ആ പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് കയറുന്നതും. എന്നാൽ കല്യാണ സമയത്ത് പനിയായതുകൊണ്ട് തന്നെ ആദ്യരാത്രിയിലേക്ക് കടക്കുന്ന സമയം തന്റെ ഭർത്താവിനോട് പറയുന്നുണ്ട് തനിക്ക് ഒട്ടും വയ്യാന്ന്. എന്നാൽ അത് കേൾക്കാത്ത ഭർത്താവ് അവളെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്യുന്നു. അതൊട്ടും അവൾ പ്രതീക്ഷിച്ചതേയില്ല. വീണ്ടും വീണ്ടും അത് തുടർന്നു കൊണ്ടേയിരുന്നു. എന്നാൽ ഒടുവിൽ അവളാണെങ്കിൽ ചേട്ടത്തിയോട് ഇതെല്ലാം തുറന്നു പറയുമെങ്കിലും ആരും തന്നെ അവളെ വിശ്വസിക്കുവാനായിട്ട് കൂട്ടാക്കുന്നതേയില്ല. ഹണിമൂൺ എന്ന് പറഞ്ഞവൻ കൊണ്ടുപോയിട്ട് എല്ലാ ദിവസവും അവളെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്യുകയാണ്. എന്നാൽ തന്റെ ഭർത്താവിന്റെ ഈ ഒരു പീഡനം സഹിക്കാനാകാതെ പെൺകുട്ടിയാണെങ്കിൽ തനിക്ക് പീരീഡ്സ് ആയെന്ന് കള്ളം പറയുന്നു. പീരീഡ്സ് ആണെന്ന് വിശ്വസിക്കണമെങ്കിൽ അത് കാണിച്ചു കൊടുക്കണമെന്നായിരുന്നു ഭർത്താവ് ആവശ്യപ്പെട്ടത്. അത് കേട്ട പെൺകുട്ടിയാണെങ്കിൽ കയ്യിൽ ബ്ലേഡ് എടുക്കുകയാ. പിന്നീട് നടന്നത് ഒരു പെൺകുട്ടിയും ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമായിരുന്നു. അതെന്തെന്നറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം ചിറയ എന്ന ഹിന്ദി വെബ് സീരീസിന്റെ കഥ നോക്കിയാലോ? ഈ വെബ് സീരീസിലെ 6 എപ്പിസോഡുകളാണുള്ളത്. എങ്കിൽ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. കഥ തുടങ്ങുമ്പോൾ സാധാരണ ഒരു കുടുംബത്തെയാണ് കാണിക്കുന്നത്. അവിടെയാണ് നായികയെ കമലേഷ് ജീവിക്കുന്നത്. കമലേഷിന്റെ വീട്ടില് ഭർത്താവും പിന്നെ ഒരു മകളും ഭർത്താവിന്റെ അച്ഛനും അമ്മയും ഭർത്താവിന്റെ സഹോദരനായിട്ടുള്ള അരുണുമാണുള്ളത്. അരുൺ ഭർത്താവിന്റെ സഹോദരനാണെങ്കിലും സ്വന്തം മകനെ പോലെയാണ് കമലേഷ് അരുണിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. മാത്രവുമല്ല, കമലേഷിന്റെ ഹസ്ബൻഡ് ആണെങ്കിലോ കമലേഷിന്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിക്കാണ് നോക്കുന്നത്. സ്നേഹനിധിയായ ഒരു ഭർത്താവാണ് കമലേഷിന് ഉള്ളതെന്ന് തന്നെ പറയാം. കമലേഷിന്റെ ഭർത്താവിന് ഒരു ജോലിയുമുണ്ട്. മാത്രവുമല്ല, കമലേഷ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നല്ലൊരു കുടുംബിനിയായിട്ടാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ദേ കമലേഷിന്റെ ഹസ്ബൻഡിന്റെ സഹോദരനായ അരുണിന് വേണ്ടിയിട്ട് പെണ്ണ് നോക്കുകയാ. പെണ്ണ് കാണുവാനായിട്ട് പെൺകുട്ടിയുടെ വീട്ടിലേക്കും എത്തുന്നുണ്ട്. എന്നാൽ പെൺകുട്ടിയുടെ ഡ്രസ്സിങ്ങും അവളുടെ സംസാരവും അവളോടൊരു പാട്ട് പാടുവാനായി പറഞ്ഞപ്പോഴോ ഇംഗ്ലീഷ് പാട്ടാണ് പാടിയത്. അതൊന്നും കമലേഷിന് അത്ര ഇഷ്ടമായതേയില്ല. പെൺകുട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ കമലേഷ് പറയുന്നു. എന്നാൽ അരുണിന് പെൺകുട്ടിയെ ഒരുപാട് ഇഷ്ടമായി. പെൺകുട്ടിയുടെ പേരാണ് പൂജ. എന്നാൽ അരുണാണെങ്കിൽ കമലേഷിനടുത്തെത്തി ഒരുപാട് നിർബന്ധിക്കും. ചേട്ടത്തി, അവൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ അവളെ മാറ്റിയെടുക്കാം. അവളുടെ ഡ്രസ്സൊക്കെ ഞാൻ നല്ല രീതിക്ക് ധരിപ്പിക്കാം. അവൾക്ക് ഇംഗ്ലീഷ് പാട്ടാണ് ഇഷ്ടം, അതൊക്കെ ഞാൻ മാറ്റിക്കാമെന്നും കമലേഷിനോട് അരുൺ പറയുന്നു. അരുൺ ഒരുപാട് നിർബന്ധിക്കുന്നത് കൊണ്ട് തന്നെ കമലേഷ് അതിന് സമ്മതിക്കുന്നു. അങ്ങനെ അരുണിന്റെയും പൂജയുടെയും വിവാഹ നിശ്ചയവും കഴിയുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സിറ്റിയിൽ പോയിട്ട് വരുന്ന വഴിയിൽ വെച്ച് കമലേഷ് റോഡിൽ കുറെ ആളുകൾ കൂടി നിൽക്കുന്നത് കാണുന്നു. അവിടെ എന്തോ സ്ട്രൈക്ക് നടക്കുകയാണ്. അത് മറ്റൊരു കമ്മ്യൂണിറ്റിക്കാർ നടത്തുന്ന സ്ട്രൈക്കായിരുന്നു. എന്നാൽ അവരെ സപ്പോർട്ട് ചെയ്തതിൽ പൂജയുമുണ്ട്. പൂജയെ കാണുന്ന കമലേഷ് ഞെട്ടിപ്പോകുന്നു. പൂജയെ വിളിച്ചുകൊണ്ടുപോയി മാറ്റി നിർത്തി കമലേഷ് ചോദിക്കും, നീ ഈ കമ്മ്യൂണിറ്റിയിൽ പെട്ടതാണോ? നിനക്ക് പെൺകുട്ടികളെയാണോ ഇഷ്ടമെന്നൊക്കെ ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് അതിന് പൂജ മറുപടി പറയുന്നത്, അല്ല, ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു, അത്രയുള്ളൂ. അല്ലാതെ ഞാൻ ഈ കമ്മ്യൂണിറ്റിയിലൊന്നും ഉള്ളതല്ല എന്നും പൂജ പറയും. എന്നാൽ പൂജ അവരെ സപ്പോർട്ട് ചെയ്യുന്നതോ അങ്ങനെയുള്ള പ്രവൃത്തിയൊന്നും കമലേഷിന് അത്ര ഇഷ്ടമാകുന്നതേയില്ല. കമലേഷ് പൂജയെ ഒരുപാട് ഉപദേശിക്കും. നമ്മൾ പെണ്ണുങ്ങളുടെ ചുമതല അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോക്കണമെന്നാണ്. ഇപ്പോൾ ഒരു പത്രം കിട്ടിയാൽ പത്രത്തിന്റെ മുൻവശമൊക്കെ നോക്കേണ്ടത് വീട്ടിലെ പുരുഷന്മാരാ. നമ്മൾ നോക്കേണ്ടതോ പത്രത്തിന്റെ പുറകുവശമാ. അവിടെയായിരിക്കാം പാചകക്കുറിപ്പുകളൊക്കെ എഴുതിയിരിക്കുന്നത്. അത് മാത്രമേ നമ്മൾ നോക്കാവൂ. അതിനുള്ള അവകാശമേ നമുക്കുള്ളൂ. നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുക. അടുക്കളയിലെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്, അല്ലാതെ വേറൊരു കാര്യവുമല്ല എന്നും കമലേഷ് പൂജയെ ഉപദേശിക്കും. എന്നാൽ കമലേഷ് അങ്ങനെ ഉപദേശിക്കുന്നൊന്നും പൂജയ്ക്ക് അത്ര ഇഷ്ടമാകുന്നതേയില്ല. പൂജ അത്യാവശ്യം ഫ്രീ മൈൻഡഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. പൂജയുടെ സ്വഭാവം ഇഷ്ടമാകാത്ത കമലേഷ് പൂജയുടെ വിരലിൽ കിടന്ന വിവാഹമോതിരം ഊരിവാൻ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഈ ഒരു വിവരം വീട്ടിലുള്ളവരൊക്കെ അറിയുന്നു. അവർക്ക് കമലേഷിനോട് ആകെ ദേഷ്യമായി. കമലേഷിന് പൂജയുടെ അത്രയും പഠിപ്പൊന്നുമില്ലാത്തത് കൊണ്ട് അതിന്റെ ഈഗോ കാരണമാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് എല്ലാവരും കമലേഷിനെ കുറ്റപ്പെടുത്തിയത്. കമലേഷിനും അതത്ര ഇഷ്ടമായതേയില്ല. അങ്ങനെ ഇരിക്കെ കമലേഷിനെ ഒറ്റയ്ക്കൊന്ന് കാണുവാൻ വേണ്ടിയിട്ട് പൂജ വീട്ടിലേക്ക് എത്തും. കമലേഷിനോട് പൂജ ചോദിക്കുന്നത്, നിങ്ങൾക്കെന്താ എന്നോട് ഇത്ര ദേഷ്യം? ഞാനതിനു വേണ്ടിയിട്ട് നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തതെന്ന് ചോദിക്കുമ്പോഴാണ് കമലേഷ് തന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം അവളോട് തുറന്നു പറയുന്നത്. സത്യത്തിൽ ഈ കമലേഷ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കമലേഷിന് വിവാഹാലോചന വന്നതും ആ ഒരു വിവാഹം വീട്ടുകാരെല്ലാവരും ചേർന്ന് നടത്തിയത്. മാത്രവുമല്ല, കമലേഷ് വിവാഹം കഴിച്ചു വന്ന വീട്ടിലുള്ള എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസമുണ്ട്. അവരാണെങ്കിൽ ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ചെയ്തതാ. കമലേഷ് ആണെങ്കിലോ ഡിഗ്രിയും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. മാത്രവുമല്ല, അവരൊക്കെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതും വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറയുന്നതും ഓരോ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നതെന്നും കമലേഷിന് അത്ര മനസ്സിലാകുന്നതേയില്ല. താൻ പലതവണയായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്, എന്നാൽ നടന്നിട്ടില്ല. എന്നാൽ ഒരുപാട് നാൾ കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഇന്ന് ഞാൻ ഈ ഒരു വീട്ടിൽ നല്ലൊരു ഇമേജ് ഉണ്ടാക്കിയെടുത്തതും.
അരുണിന്റെയും നിന്റെയും വിവാഹം കഴിഞ്ഞ് നീ ഈ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഉറപ്പായിട്ടും എനിക്ക് ഈ വീട്ടിലൊരു വിലയും കാണില്ല എന്ന് ഞാനങ്ങ് കരുതി. കാരണം നിനക്ക് ഡിഗ്രി ഉണ്ട്, നീ നന്നായിട്ട് ഇംഗ്ലീഷും സംസാരിക്കും. അങ്ങനെ ഞാൻ ചിന്തിച്ചത് കൊണ്ടാ ഞാൻ അങ്ങനെ പെരുമാറിയത്. അതെല്ലാം അങ്ങ് മറന്നേരാ. എന്തായാലും നിങ്ങളുടെ വിവാഹത്തിന് എനിക്ക് സമ്മതമാണ്. അരുണിനെ ഞാൻ എൻ്റെ മകനെ പോലെയാ വളർത്തിയത്. അവൻ എന്ത് നിന്നോട് കാണിച്ചാലും നിനക്ക് എന്നോട് വന്ന് പറയാം. എനിക്കിനി ഒരു പ്രശ്നവുമില്ല. നമുക്ക് ഈ ഒരു കല്യാണം അടിച്ചു പൊളിക്കണം, സന്തോഷമായിട്ട് ജീവിക്കണം. നിങ്ങളുടെ ലൈഫ് നല്ലതായിരിക്കും, ഞാൻ പ്രാർത്ഥിക്കുമെന്നൊക്കെ കമലേഷ് പറയുന്നു. അങ്ങനെ കമലേഷ് ആണെങ്കിലോ അവരുടെ രണ്ടുപേരുടെയും വിവാഹത്തിനും സമ്മതിച്ചിരിക്കുകയാണ്. അങ്ങനെ വിവാഹ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നു. വിവാഹത്തിന്റെ തലേ ദിവസം അരുണിരുന്ന് മദ്യപിക്കുകയാണ്. അവിടേക്ക് കമലേഷും സന്തോഷത്തോടു കൂടി എത്തുന്നുണ്ട്. എന്തായാലും ഞാനും ഇത് എന്താണെന്നൊന്ന് കുടിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് അരുണിന്റെ കയ്യിലിരിക്കുന്ന മദ്യക്കുപ്പി വാങ്ങി കമലേഷ് കുടിക്കുവാനായും തുടങ്ങുന്നു. എന്നാൽ അത് കാണുന്ന അരുൺ പറയുന്നുണ്ട്, ഇത് പുരുഷന്മാർ കുടിക്കുന്നതാണ്, അല്ലാതെ സ്ത്രീകൾക്കുള്ളതല്ല എന്ന്. അരുണിന്റെ ആ ഒരു മൈൻഡ് സെറ്റ് അപ്പോൾ തന്നെ അവിടെ പ്രകടമാകുന്നുണ്ട്. കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്തും പൂജയ്ക്ക് ഒട്ടും വയ്യ. അവളാണെങ്കിൽ ഗുളികയൊക്കെ കഴിച്ചിട്ടാണ് കല്യാണത്തിനായി മിടിക്കുന്നത്. അങ്ങനെ വിവാഹവും കഴിഞ്ഞു. അരുണും പൂജയും ആദ്യ രാത്രിയിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ അരുൺ റൂമിലേക്ക് വരുന്നു. പൂജ തനിക്ക് ഒട്ടും സുഖമില്ല എന്നും എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണമെന്നൊക്കെ പറയുമ്പോൾ അതിനെന്താ, ഞാൻ നിനക്ക് റെസ്റ്റ് തരാമെന്ന് പറഞ്ഞ് അവൻ അവളോട് ഇന്റിമേറ്റ് ആകുവാനൊക്കെ ശ്രമിക്കുന്നു. പൂജ പലതവണയായിട്ട് തട്ടിമാറ്റുകയാണ്. എന്നാൽ അരുണാണെങ്കിലോ അവളെ ബലമായിട്ട് പിടിച്ച് ക്രൂരമായി റേപ്പ് ചെയ്യുന്നത് പോലെയാണ് അവളോട് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നത്. എന്നാൽ എല്ലാം കഴിയുന്ന സമയത്ത് പൂജ പൊട്ടിക്കരയുക. നിങ്ങൾ എന്തിനാ എന്നോട് അങ്ങനെ പെരുമാറിയത്? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പറ്റില്ല എന്ന്, എനിക്ക് റെസ്റ്റ് വേണമെന്ന്. പിന്നെ നിങ്ങൾ എന്തിനാ എന്നോട് അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ നിന്റെ ഹസ്ബൻഡ് അല്ലേ, ഇന്നെന്തായാലും നമ്മുടെ ആദ്യ രാത്രിയല്ലേ എന്നൊക്കെയായിരുന്നു അരുൺ പറഞ്ഞതും. എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് പൂജ പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത്. ആ ഒരു സീൻ അവിടെ കട്ടായി അടുത്ത ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. കമലേഷ് തുണിയൊക്കെ കഴുകി വിരിക്കുന്ന സമയം ദേ പുതുപെണ്ണായിട്ടുള്ള പൂജ ടെറസിന് മുകളിൽ നിൽക്കുകയാണ്. അവൾ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നതായിട്ട് കമലേഷിന് മനസ്സിലായി. കമലേഷ് അവൾക്കടുത്തേക്കും ചെല്ലുന്നുണ്ട്. പിന്നീട് എന്താണ് നടന്നതെന്ന് ഒരു ഫ്ലാഷ് ബാക്ക് വഴിയാണ് കാണിക്കുന്നത്. പൂജ കരഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ തനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞ്. അവൾക്കടുത്തേക്ക് എത്തുന്ന അരുൺ പറയുന്നത്, ഞാൻ നിന്റെ ഹസ്ബൻഡ് അല്ലേ, ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ, അതുകൊണ്ടായി ഇങ്ങനെയെന്നൊക്കെ അരുൺ പറയുമ്പോൾ, എനിക്ക് വേദനിക്കുന്നു. നിങ്ങൾ എന്റെ അനുവാദമില്ലാതെയാണ് നിങ്ങൾ എന്നോട് അങ്ങനെ പെരുമാറിയത്. ഇതൊരു കണക്കിന് ഒരു റേപ്പല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് കേൾക്കുന്നതും അരുണിന് വല്ലാതെ ദേഷ്യം വരുന്നു. റേപ്പോ? ഞാൻ നിന്റെ ഹസ്ബൻഡാ. ഹസ്ബൻഡായിട്ടുള്ള ഞാൻ നിന്നെ റേപ്പ് ചെയ്തെന്നോ? എങ്കിലിറങ്ങ്, ഇനി നീ ഒരു റൂമിൽ കിടക്കണ്ട എന്ന് പറഞ്ഞിട്ട് അരുണാണെങ്കിലോ പൂജയെ റൂമിൽ നിന്നും പുറത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് കഥ കടക്കുകയും ചെയ്യുന്നു. പൂജ എന്ത് ചെയ്യണമെന്നറിയാതെ കരഞ്ഞുകൊണ്ട് നേരെ കമലേഷിനടുത്തേക്ക് പോകുവാനായും ശ്രമിക്കും. എന്നാൽ അവിടെ കമലേഷ് ആണെങ്കിലോ എല്ലാവർക്കൊപ്പം ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുക. കമലേഷ് പറയുന്നത്, നമുക്കിപ്പോൾ എന്ത് പ്രശ്നമുണ്ടായാലും അത് നമ്മൾ തന്നെ പറഞ്ഞു തീർക്കുവാനായി ശ്രമിക്കണം. ഒരു വീട്ടിൽ എന്ത് കാര്യം നടന്നാലും ആ വീട്ടിലുള്ളവർ മാത്രമേ അത് അറിയാൻ പാടുള്ളൂ. പുറത്തേക്ക് ഒരു കാര്യവും പോകാൻ പാടില്ല എന്നുള്ള രീതിയിൽ കമലേഷ് പറയുന്നതെല്ലാം പൂജ കേൾക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യം ചെന്ന് പറയുന്നത് ശരിയല്ല, അതിന് പറ്റിയ സാഹചര്യമല്ല, നാളെ പറയാമെന്ന് കരുതി അവൾ നേരെ റൂമിലേക്കും എത്തുന്നുണ്ട്. പൂജ റൂമിന് മുന്നിലേക്ക് വന്നത് മനസ്സിലാക്കി അരുൺ കതക് തുറന്നിട്ട്, നീ പോയി ചേട്ടത്തിയോട് വല്ലതും പറഞ്ഞോ എന്ന് പൂജയോട് ചോദിക്കുന്നു. ഇല്ല എന്ന് പൂജ മറുപടി പറയുമ്പോൾ വീണ്ടും അവൻ വാതിലടച്ചതിന് ശേഷം പൂജയെ നേരെ കട്ടിലേക്ക് കൊണ്ടുവന്ന് കിടത്തിയിട്ട് അവളോട് എങ്ങനെയാണോ നേരത്തെ പെരുമാറിയത് അതുപോലെ തന്നെയാണ് വീണ്ടും പെരുമാറുന്നത്. അവളുടെ അനുവാദമില്ലാതെ അവളെ ക്രൂരമായിട്ട് അവൻ റേപ്പ് ചെയ്തു എന്ന് തന്നെ പറയാം. അവൾക്കാണെങ്കിലോ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. കരഞ്ഞു തളർന്നിരിക്കുകയാണ് പൂജ. വേദനയോടുകൂടി അവൾ ആ കട്ടിൽ നിന്നും എഴുന്നേറ്റ് നേരെ ബാത്റൂമിലേക്ക് എത്തുന്നു. എന്നിട്ട് ടാപ്പും തുറന്നുവിട്ട് അവിടെ ഇരുന്ന് അലറി കരയുകയാണ് ചെയ്യുന്നത്. ഇതാണ് അന്നേ ദിവസം രാത്രി സംഭവിച്ചത്. അടുത്ത ദിവസം രാവിലെ തന്നെ സങ്കടത്തോടു കൂടി പൂജ നിൽക്കുന്നത് കമലേഷ് കാണുന്നുണ്ടല്ലോ. പൂജയ്ക്കടുത്തേക്ക് എത്തുകയാണ് കമലേഷ്. എന്തു പറ്റി, എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകണമെന്നായിരുന്നു പൂജയുടെ മറുപടി. അതെന്താ, നീ എന്താ അങ്ങനെ പറയുന്നത്, എന്താ നിന്റെ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് എന്റെ വീട്ടിലേക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് അവൾ വാശി പിടിക്കുന്നു. അങ്ങനെ വേറെ വഴിയില്ലാതെ കമലേഷ് ആണെങ്കിൽ പൂജയും കൂട്ടി നേരെ പൂജയുടെ വീട്ടിലേക്ക് പോകും. വീട്ടിലെത്തിയ പൂജ അമ്മയോട് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. എന്നാൽ അത് കേട്ട് അമ്മ അവളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പൂജ കരുതിയെങ്കിൽ അമ്മ അവളെ സപ്പോർട്ടല്ല ചെയ്തത്. എല്ലാ കുടുംബത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ ഇങ്ങനെയൊക്കെ നടക്കും. നീ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം. മാത്രവുമല്ല, അച്ഛൻ എത്ര കഷ്ടപ്പെട്ടാണ് ഈ ഒരു വിവാഹം നടത്തിയെന്ന് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. നിന്റെ അനുജനാണെങ്കിൽ ജോലിയുമില്ല. നിന്റെ അമ്മായിയച്ഛൻ അവന് ജോലി റെഡിയാക്കി തരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഒരു ബന്ധം വേണ്ടെന്നും അവിടെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ നീ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? നീ അവിടേക്ക് തിരിച്ചു പോകണമെന്നും പറഞ്ഞ് അമ്മ അവളെ ബ്ലാക്ക്മെയിൽ ചെയ്യും വിധമാണ് സംസാരിക്കുന്നത്. പോയില്ല എന്നുണ്ടെങ്കിൽ തന്റെ കൈയിറക്കുമെന്നാണ് അമ്മ പറയുന്നത്.
അത് കേട്ട് പേടിച്ച് വേറെ വഴിയില്ലാതെ പൂജയാണെങ്കിലോ കമലേഷിനൊപ്പം തിരികെ പോകുന്നു. അപ്പോഴേക്കും വീട്ടിൽ നിന്ന് കോള് വന്നുകൊണ്ടിരിക്കുക. പൂജയും കമലേഷും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണല്ലോ, ദേ വരുന്നുവെന്ന് കമലേഷ് പറയുന്നുണ്ട്. പൂജയ്ക്കും അരുണിനും ഹണിമൂണിന് പോകുവാനുള്ള കാര്യങ്ങളെല്ലാം അമ്മായിയച്ഛൻ റെഡിയാക്കിയിരിക്കുകയാണ്. ആ ഒരു കാര്യം പറഞ്ഞാണ് ഇപ്പോൾ അമ്മായിയച്ഛനാണെങ്കിൽ വീട്ടിൽ നിന്നും കമലേഷിനെ വിളിച്ചിരിക്കുന്നത്. ഈ ഒരു കാര്യം പൂജ അറിയുന്നു. അരുണിനൊപ്പം ഹണിമൂണിന് പോകുന്ന കാര്യമോർത്ത് പൂജയ്ക്ക് വല്ലാതെ ടെൻഷനാവുകയും ഇനിയും ആ ഒരു വീട്ടിലേക്കാണല്ലോ പോകേണ്ടത്, ഹണിമൂണിനും പോകണമല്ലോ എന്ന് ചിന്തിച്ച് പൂജ തനിക്ക് ടോയ്ലറ്റിൽ പോകണം അത്യാവശ്യമെന്ന് പറഞ്ഞ് സ്കൂട്ടി നിർത്തിക്കുന്നു. എന്നാൽ പൂജയാണെങ്കിലോ ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ തിരികെ വന്നതേയില്ല. കമലേഷ് അവിടെ ആകെ അവളെ അന്വേഷിക്കുന്നു. എവിടെ നോക്കിയിട്ടും പൂജയെ കണ്ടുകിട്ടിയതേയില്ല. നേരെ വീട്ടിലേക്കെത്തി വിവരം പറയുകയാണ് കമലേഷ്. ഒരു കുട മറന്നു വെച്ചാൽ അത് കൃത്യമായിട്ട് എവിടെയാണ് വെച്ചതെന്ന് ഓർത്തു പറയുന്ന ആളാ നീ, എന്നാൽ ഇപ്പോൾ പൂജയെ കാണുന്നില്ലെന്നോ, എന്താ സംഭവിച്ചെന്ന് ചോദിച്ച് കമലേഷിനെ എല്ലാവരും കൂടി വഴക്ക് പറയുന്നു. അങ്ങനെ കമലേഷ് ആണെങ്കിലോ പൂജയുടെ വീട്ടിലും കൂട്ടുകാരെയും ഒക്കെ വിളിച്ച് അന്വേഷിക്കുകയാണ്. പൂജയെ അന്വേഷിച്ച് കമലേഷ് ഇറങ്ങുകയാണ്. പൂജ ഒരു കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്തിരുന്നല്ലോ, അപ്പോൾ പൂജയ്ക്കൊപ്പം അതേ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. ആ ഒരു പെൺകുട്ടിയുടെ കാര്യം കമലേഷിന് ഓർമ്മ വരും. ഉടനെ തന്നെ ആ ഒരു പെൺകുട്ടിയെ ചെന്ന് കണ്ടിട്ട് കമലേഷ് ആണെങ്കിലോ പൂജയെ കാണാനില്ല എന്നുള്ള കാര്യം പെൺകുട്ടിയോട് പറയുന്നു. എന്നാൽ അത് കേട്ടവൾ മറുപടി പറയുന്നത് പൂജയ്ക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം കാണും, അല്ലാതെ അവൾ എങ്ങോട്ടും പോകില്ല, ഇവിടെ തന്നെ കാണുമെന്നും കൂട്ടുകാരി പറയുന്നു. അങ്ങനെ കൂട്ടുകാരിയാണെങ്കിലോ പൂജ അന്വേഷിച്ച് പോവുകയാണ്. ഒരു ഘട്ടത്തിൽ ഒറ്റയ്ക്കിരിക്കുന്ന പൂജയെ കൂട്ടുകാരി കണ്ടെത്തുകയാണ്. പൂജയ്ക്കടുത്തേക്ക് എത്തി കൂട്ടുകാരി എന്താ പറ്റിയത്, നിനക്ക് എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം പൂജ തുറന്നു പറയുന്നു. അത് കേട്ട് കൂട്ടുകാരി പറയുന്നത്, പ്രശ്നങ്ങളിൽ നിന്നും ഓടിയൊളിക്കുകയാണോ വേണ്ടത്, എന്തായാലും നിന്റെ മനസ്സിലുള്ള കാര്യമെല്ലാം നീ തുറന്നു പറയണം. നിനക്ക് തുറന്നു പറയുവാനായിട്ട് നിന്റെ ചേട്ടത്തിയായിട്ടുള്ള കമലേഷില്ലേ, അവരോട് നീ എല്ലാം തുറന്നു പറയണം. അല്ലാതെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടരുത്, അതിനെതിരായിട്ട് പോരാടണമെന്നാണ് കൂട്ടുകാരി അവളോട് പറയുന്നത്. അങ്ങനെ പൂജയ്ക്കടുത്തേക്ക് എത്തുകയാണ് കമലേഷ്. കമലേഷിനോട് പൂജ നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയും. എന്നാൽ അത് കേട്ട് കമലേഷ് ചെയ്തതോ, ഒരിക്കലും എന്റെ അരുൺ അങ്ങനെ ചെയ്യില്ല, അവനെ ഞാൻ അങ്ങനെയല്ല വളർത്തിയത്, അവൻ നല്ല കുട്ടിയാണ്, നീയാണ് കള്ളം പറയുന്നത് എന്ന് പറഞ്ഞ് പൂജയെ തല്ലുകയാണ് കമലേഷ്. മാത്രവുമല്ല കമലേഷ് പറയുന്നത്, ഭാര്യയും ഭർത്താവുമായി കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്, നിങ്ങളുടെ കിടപ്പറ കാര്യങ്ങളൊന്നും മറ്റുള്ളവരോട് പറയുന്നതൊന്നും ശരിയല്ല എന്ന് കൂടി കമലേഷ് പറയുന്നു. അത് കേട്ട് ദേഷ്യം വരുന്ന പൂജ പറയുന്നത്, നിങ്ങൾക്ക് ഈ കൺസെന്റ് എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് വല്ലതും അറിയാമോ, ഭാര്യയും ഭർത്താവുമായാലും ഭാര്യയുടെ കൺസെന്റോട് കൂടി മാത്രമേ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ പോലും ഏർപ്പെടാൻ പാടുള്ളൂ എന്ന്. എന്നാൽ അത് കേട്ട് അവളുടെ സംസാരമൊന്നും ഇഷ്ടപ്പെടാതെ കമലേഷ് അവളെ ഒരുപാട് വഴക്ക് പറയുന്നു. എന്നിട്ട് പൂജയും കുട്ടി നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പൂജയാണെങ്കിലോ ഒന്നും മിണ്ടാതെ തലയും കുനിച്ചാണ് വീട്ടിലിരിക്കുന്നത്. എല്ലാവരും ഓരോ കാര്യങ്ങളൊക്കെ പൂജയോട് ചോദിക്കുന്നുമുണ്ട്. പക്ഷേ തന്റെ റൂമിലേക്ക് എത്തിയ കമലേഷ് പൂജ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കും. അരുണിനെ കുറിച്ച് അവൾ പറഞ്ഞതൊക്കെ സത്യമാണോ, താൻ അങ്ങനെയല്ലല്ലോ അരുണിനെ വളർത്തിയത്, സ്വന്തം മകനെ പോലെ നല്ല രീതിക്കല്ലേ വളർത്തിയത്, അവന്റെ സ്വഭാവം അങ്ങനെയൊക്കെ ആകുമോ എന്ന് ചിന്തിച്ച് അരുണിന്റെ സ്കൂളിലെയും കോളേജിലെയും സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ അരുണും പൂജയും ഹണിമൂണിനായിട്ടും പോകുന്നു. പക്ഷേ പൂജ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോഴും കമലേഷിന്റെ മനസ്സിൽ. പൂജ പറഞ്ഞ ആ ഒരു കൺസെന്റ് ഇല്ലേ, അതെന്താണെന്ന് കമലേഷിന് അറിയണം. അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണമായിരുന്നു പിന്നീട് അങ്ങോട്ട് കമലേഷ് ചെയ്തുകൊണ്ടിരുന്നത്. കമലേഷ് നേരെ പോകുന്നത് പൂജയുടെ കൂട്ടുകാരിക്ക് അടുത്തേക്കാണ്. കൂട്ടുകാരിയോട് ഓരോ കാര്യങ്ങളൊക്കെ അവൾ ചോദിക്കുന്നുമുണ്ട്. മാത്രമല്ല ഒരു ഓർഗനൈസേഷനെ കുറിച്ചും കൂട്ടുകാരി പറഞ്ഞു കൊടുക്കുന്നു. അവിടേക്ക് എത്തിക്കുകയാണ് കമലേഷ്. അവിടെ എത്തിയപ്പോഴാണ് ഒരുപാട് പെൺകുട്ടികൾ മാരേജിന് ശേഷവും ഭർത്താവിൽ നിന്നും ക്രൂര പീഡനങ്ങൾ അനുഭവിക്കുന്നുവെന്നും സ്വന്തം സമ്മതമില്ലാതെയാണ് ഭർത്താവ് അവരോട് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നു എന്നുള്ള കാര്യവും കമലേഷിന് മനസ്സിലായത്. കമലേഷിന്റെ ഹസ്ബൻഡ് ആണെങ്കിലോ ജെനുവിനായിട്ടുള്ള ആളാണ്, നല്ല രീതിക്കാണ് കമലേഷിനെ നോക്കുന്നതും. എന്നാൽ മറ്റുള്ള സ്ത്രീകൾ ഒരുപാട് പേര് ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നതറിഞ്ഞ് കമലേഷിനും ആകെ ടെൻഷനായി. പൂജ പറഞ്ഞതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ എന്നും കമലേഷ് ചിന്തിക്കുന്നു. എന്നാൽ മറ്റൊരു വശത്ത് ഹണിമൂണിന് പോയ പൂജയും അരുണിനെയും കാണിക്കുന്നു. ഓരോ ദിവസം രാത്രിയും അരുൺ ക്രൂരമായിട്ടാണ് പൂജയോട് പെരുമാറിക്കൊണ്ടേയിരിക്കുന്നത്. അവളുടെ സമ്മതമില്ലാതെ അവളെ ക്രൂരമായിട്ടാണ് അവൻ റേപ്പ് ചെയ്യുന്നത്. നരകയാതനകളായിരുന്നു അവൾ അനുഭവിച്ചു കൊണ്ടേയിരുന്നതും. ഹണിമൂണിനാണെന്ന് പോയിരുന്നുവെങ്കിലും നരക ജീവിതമാണ് അവൾ അവിടെ നയിച്ചുകൊണ്ടിരുന്നതും. ഒരു ദിവസം രാത്രി അരുൺ പൂജയോടൊപ്പം ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുവാനായിട്ടും വരുന്നു. പക്ഷേ പൂജയ്ക്ക് താല്പര്യമേ ഇല്ലായിരുന്നു. അവൾ അതുകൊണ്ട് വാഷ്റൂമിൽ കയറി കതകടച്ചിരിക്കുകയാണ്. അരുൺ വന്ന് കതകിന് വല്ലാതെ മുട്ടും.
എനിക്ക് പീരീഡ്സ് ആയി ഇന്ന് പറ്റില്ല എന്ന് പൂജ പറയുമ്പോൾ അരുണിന് വല്ലാതെ ദേഷ്യം വരുന്നു. എനിക്കതൊന്ന് കാണിച്ചതാ എങ്കിൽ മാത്രമേ ഞാൻ വിശ്വസിക്കൂ എന്നും അരുൺ പറയുകയാണ്. പൂജയ്ക്കാണെങ്കിലോ എന്ത് ചെയ്യണമെന്നറിയില്ല. ഒന്നാമത്തെ കാര്യം, അവൾ പേടിച്ചാണ് വാഷ്റൂമിൽ കയറി കതകടച്ചിരിക്കുന്നതും. അവൾക്കിനി എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ഒരു ബ്ലേഡ് എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സീൻ അവിടെ കട്ടായി അടുത്ത ദിവസം ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. പൂജയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓവർ ബ്ലീഡിംഗ് കാരണമാണ് പൂജയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നതും. വീട്ടുകാരെല്ലാവരും ഹോസ്പിറ്റലിലും എത്തിയിട്ടുണ്ട്. എന്നാൽ കമലേഷ് ഡോക്ടറിനെ കാണുവാനായി എത്തുന്ന സമയത്താണ് ഞെട്ടിക്കുന്നൊരു കാര്യം കമലേഷ് അറിയുന്നത്. ഡോക്ടർ പറഞ്ഞത് സത്യത്തിൽ ഓവർ ബ്ലീഡിംഗ് കാരണമൊന്നുമല്ല പൂജ ഇവിടെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത്. പൂജ തന്റെ പ്രൈവറ്റ് പാർട്ടിൽ ബ്ലേഡ് കൊണ്ട് മുറിവുണ്ടാക്കിയിട്ടുണ്ട്. ഓവർ ബ്ലീഡിംഗ് ആയിട്ടാണ് പൂജ ഇവിടെ കൊണ്ടുവന്നത്. പക്ഷേ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ബ്ലേഡ് കൊണ്ട് പ്രൈവറ്റ് പാർട്ടിലുണ്ടായ മുറിവ് കാരണമാണ് അവൾക്ക് ഓവർ ബ്ലീഡിംഗ് ഉണ്ടായതെന്നും ഞങ്ങൾക്ക് മനസ്സിലായതെന്നും ഡോക്ടർ പറയുന്നു. ഡോക്ടർ പറയുന്നത് കേട്ട് കമലേഷ് ഞെട്ടിപ്പോവുകയാണ്. കമലേഷ് ഉടനെ തന്നെ തന്റെ വീട്ടുകാരെയെല്ലാം വീട്ടിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം നേരെ പൂജയുടെ അടുത്തേക്ക് എത്തുന്നു. എന്താ, എന്തു പറ്റി, നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് പൂജ പറയുന്നത്, ആരെങ്കിലും അവിടെ ബ്ലേഡ് കൊണ്ട് മുറിവുണ്ടാക്കുമോ? എന്ത് വേദനയുള്ള കാര്യമാണ്. അത്രയും വേദനയുള്ള കാര്യം ഒരാളും പോലും ചെയ്യില്ല. പക്ഷേ ഞാനത് ചെയ്തു. അപ്പോൾ മനസ്സിലാക്കിക്കൂടെ ഞാൻ ഇതിനേക്കാൾ വേദന എന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നുവെന്ന്? ഒരു പെണ്ണും ചെയ്യാത്തൊരു കാര്യമാണ് പൂജ ചെയ്തിരിക്കുന്നത്. അതെല്ലാം കേട്ട് കഴിഞ്ഞ കമലേഷ് നേരെ ബാത്റൂമിലേക്ക് കയറിയിട്ട് ഒരു ബ്ലേഡ് കയ്യിലെടുക്കുന്നു. എന്നിട്ട് വജീനയിലേക്ക് ആ ഒരു ബ്ലേഡ് കൊണ്ട് പോവുകയാണ്. പക്ഷേ അവർക്കത് ചെയ്യുവാനായിട്ടും കഴിഞ്ഞില്ല. പേടി കാരണവും വേദന കാരണവും അവർ ആ ഒരു ബ്ലേഡ് എടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് ചിന്തിക്കും, ഇത്രയും പേടിയുള്ളൊരു കാര്യം, വേദന നിറഞ്ഞൊരു കാര്യം പൂജ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ പറഞ്ഞതെല്ലാം സത്യമാണ്. അവൾ ഒരുപാട് കാര്യങ്ങൾ അവളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. താൻ മകനായി കണ്ടു വളർത്തിയ അരുൺ ഒരിക്കലും മോശമായി പോകില്ല എന്ന് താൻ കരുതിയിട്ട് അവൻ തന്നെയാണല്ലോ ഇങ്ങനെ പെരുമാറിയിരിക്കുന്നത് എന്നൊക്കെ ഓർത്ത് കമലേഷ് പൊട്ടിക്കരയുകയാണ്. അതിനുശേഷം നേരെ പൂജയ്ക്കടുത്തേക്ക് വരുന്നു. ഇനി എന്തായാലും നിന്നോടൊപ്പം ഞാനുണ്ട്. ഇത്രയും നാൾ നീ പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ നിന്നതുകൊണ്ട് ഞാനും ഇതിന് ഉത്തരവാദിയാണ്. ഞാനും എല്ലാത്തിനും കൂട്ടുനിന്നത് പോലെ എനിക്കിപ്പോൾ തോന്നുന്നത്. നീ എന്നോട് ക്ഷമിക്കേ. ഇനി എന്തായാലും നിനക്ക് ഞാൻ നീതി വാങ്ങിത്തരും. നമ്മുടെ അമ്മായിയച്ഛൻ നേരിന്റെ വഴിയിൽ ചിന്തിക്കുന്ന ആളാണ്. ഉറപ്പായിട്ടും അദ്ദേഹം നമ്മുടെ കൂടെ നിൽക്കും. ഇതിനൊരു നീതി വാങ്ങി തരുമെന്നുള്ള കാര്യവും കമലേഷ് പറയുന്നു. എന്നിട്ട് കമലേഷ് ആണെങ്കിൽ അവളെയും കൂട്ടി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. പക്ഷേ ഇതൊന്നും അറിയാതെ അരുൺ നേരെ ഹോസ്പിറ്റലിലേക്കും എത്തുന്നുണ്ട്. അരുൺ നേരെ തന്റെ വൈഫിനെ കാണാതെ ഡോക്ടറിനെ കാണുവാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത്. എന്തെന്നാൽ അരുണിന്റെ ആവശ്യം മറ്റൊന്നായിരുന്നു. ഡോക്ടറിന്റെ അടുത്തെത്തിയ അരുൺ ചോദിക്കുന്നത്, ഡോക്ടറെ, എന്റെ വൈഫ് ഇപ്പോൾ ഓക്കെ ആണല്ലോ, ഇനി എന്ന് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാൻ കഴിയുമെന്നായിരുന്നു അരുണിന്റെ ചോദ്യം. അത് കേട്ട് ഡോക്ടറിന് വല്ലാതെ ദേഷ്യം വരും. ഡോക്ടറാണെങ്കിൽ അരുണിന്റെ അടുത്തേക്ക് അലറിക്കൊണ്ടാണ് എത്തുന്നത്. നീ എന്ത് മനുഷ്യനാ? നീയൊന്നും യഥാർത്ഥത്തിൽ ഇവിടെ ജീവിക്കേണ്ട ആളല്ല. നീയൊക്കെ ജയിലിൽ കിടക്കേണ്ടവനാ. അവള് വജൈനയിലാണ് മുറിവുണ്ടാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം അവൾ അങ്ങനെ ചെയ്തിരിക്കുന്നെന്നുള്ള കാര്യം ഇപ്പോൾ മനസ്സിലായി. ഇനി മേലല്ല എന്റെ കൺമുന്നിൽ കണ്ടുപോകരുതെന്ന് പറഞ്ഞ് അരുണിനെ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് ഡോക്ടർ ചെയ്തത്. ഡോക്ടറിന് അരുണിന്റെ സ്വഭാവവും എന്തുകൊണ്ടായിരിക്കാം പൂജ അങ്ങനെ ചെയ്തതെന്നും ഈ ഒരു കാര്യത്തിൽ നിന്നുമൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അതോടെ ചേട്ടത്തിയും ഈ ഒരു കാര്യങ്ങളെല്ലാം അറിഞ്ഞു കാണുമെന്നും അരുണിനും മനസ്സിലായി. അരുൺ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നാൽ അതേസമയം കമലേഷ് വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ചു ചേർത്തിരുന്നു. ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അവിടേക്കാണ് അരുണും എത്തുന്നത്. അരുണിന് വല്ലാതെ ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാൽ അതേസമയം കമലേഷ് കരുതിയിരിക്കുന്നത്, തന്റെ അമ്മായിയച്ഛനോട് ഈ ഒരു കാര്യമെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നീതി കിട്ടും. കാരണം തെറ്റ് എവിടെ കണ്ടോ അതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന ആളാണ് അമ്മായിയച്ഛൻ. അമ്മായിയച്ഛനോട് ഇത് പറഞ്ഞാൽ എന്തായാലും അവന് ശിക്ഷ കിട്ടും. അതായിരുന്നു കമലേഷിന്റെ മനസ്സിലും. അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം കമലേഷ് അമ്മായിയച്ഛനോട് തുറന്നു പറയുന്നു. അമ്മായിയച്ഛൻ മാത്രമല്ല, വീട്ടിലുള്ള എല്ലാവരും കേൾക്കുകയാണ്. പക്ഷേ കമലേഷ് കരുതിയതെന്ത്, അവിടെ നടന്നത് മറ്റൊന്ന്. കമലേഷ് കരുതിയത് നീതി കിട്ടുമെന്നല്ലേ. എന്നാൽ അമ്മായിയച്ഛനാണെങ്കിൽ തന്റെ മകനെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. അവന്റെ ഭാഗത്ത് ഒരു തെറ്റ് പറ്റി, അവനെ കൊണ്ട് ഞാൻ മാപ്പ് പറയിക്കാം, ഇതൊരു വലിയ പ്രശ്നമൊന്നും ആക്കണ്ട എന്നാണ് അമ്മായിയച്ഛൻ പറയുന്നത്. മാത്രവുമല്ല, അമ്മായിയച്ഛൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ പുറത്തറിയേണ്ട കാര്യമില്ല. മാത്രമല്ല, ഇതങ്ങ് ക്ഷമിക്കേണ്ട കാര്യമേ ഉള്ളൂ. അവനെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന മട്ടിലാണ് അമ്മായിയച്ഛന്റെ സംസാരവും. പക്ഷേ അതൊന്നും കമലേഷിന് അത്ര ഇഷ്ടമായതേയില്ല. കമലേഷ് ആണെങ്കിലോ എങ്ങനെയെങ്കിലും പൂജയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കണം. അരുണിനെ അറസ്റ്റ് ചെയ്യിക്കണം. ഈ ഒരു കാര്യമെല്ലാം പുറത്തു വരണം. ഒരുപാട് പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് അനുഭവിക്കുന്നുണ്ട്. ഭർത്താവിൽ നിന്നും ക്രൂര പീഡനങ്ങളൊക്കെ അവർ അനുഭവിക്കുന്നു. അതെല്ലാം പുറത്തു കൊണ്ടുവരണം. എല്ലാവർക്കും വേണ്ടിയിട്ട് പോരാടണമെന്നും കമലേഷ് തീരുമാനിക്കുന്നു. അങ്ങനെ കമലേഷ് ആണെങ്കിലോ പൂജയും കൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോഴേ അമ്മായിയച്ഛൻ പറയും,
എന്തായാലും ഇവൾ പോയതുപോലെ തന്നെ തിരികെ വരും. എന്റെ കാല് പിടിച്ച് അവൾ ഈ വീട്ടിൽ തന്നെ തിരികെ കയറുമെന്നും അമ്മായിച്ചൻ പറഞ്ഞിട്ട് കയറിപ്പോകുന്നു. അമ്മായിച്ചൻ പറഞ്ഞതുപോലെ തന്നെയാണ് നടന്നത്. കമലേഷ് പൂജയും കൊണ്ട് ഓട്ടോയിൽ പോയിട്ട് പകുതി വഴിയിൽ ഇറങ്ങിയിട്ട് നേരെ തന്റെ ഹസ്ബൻഡിനെ ലക്ഷ്യമാക്കിയാണ് ഓടി വരുന്നത്. കാരണം കമലേഷിനെ അവളുടെ ഹസ്ബൻഡ് നല്ല രീതിക്കാണ് നോക്കുന്നത്, നല്ല കെയർ ചെയ്യുന്നു. അവര് ക്രൂരമായിട്ട് ദ്രോഹിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടേയില്ല. കമലേഷിന്റെ ഇഷ്ടം എന്താണോ അതാണ് ഹസ്ബൻഡിന്റെയും ഇഷ്ടം. അങ്ങനെ ഒരു ഹസ്ബൻഡ് ഉണ്ടായിട്ട് താൻ ഇറങ്ങിപ്പോയത് ശരിയായില്ലല്ലോ എന്ന് ചിന്തിച്ച് ഭർത്താവിനെ മിസ് ചെയ്യുന്നത് കൊണ്ടാണ് കമലേഷ് ഓടിയെത്തി ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. നിങ്ങൾ എനിക്ക് നല്ലൊരു ഭർത്താവാണ്, എന്നെ ഇതുവരെയായിട്ടും ദ്രോഹിച്ചിട്ട് പോലുമില്ല. അങ്ങനെയുള്ള നിങ്ങളെ വിട്ടിട്ട് പോകുവാനായിട്ട് എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞാണ് കമലേഷ് കരയുന്നത്. എന്നാൽ കമലേഷിന്റെ ഉദ്ദേശം നല്ലതാണെന്ന് മനസ്സിലാക്കിയ ഹസ്ബൻഡ്, നീ ചെയ്യുന്നത് നല്ല കാര്യമാണ്. നീയാണിപ്പോൾ എല്ലാവരെക്കാട്ടിയും ഇവിടെ ഉയരത്തിൽ നിൽക്കുന്നത്. കാരണം നീ ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിച്ചാണ് സംസാരിക്കുന്നത്. തെറ്റിനെതിരായിട്ടാണ് നീ പോരാടുന്നത്. നിന്റെ പോരാട്ടത്തിന് ഞാനും നിനക്കൊപ്പം ഉണ്ടാകും. പലതവണയും ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരുപാട് പേർ പോരാടുന്നതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അതും ഇതേ കാരണങ്ങൾ തന്നെയാണ്. എന്നിട്ടും ഞാൻ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഇന്ന് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുമെന്നും ഹസ്ബൻഡ് പറയുന്നു. തന്റെ അനുജൻ ചെയ്ത തെറ്റിനെതിരായിട്ട് പോരാടുവാനായിട്ടും ഹസ്ബൻഡ് കമലേഷിനെ പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെ കമലേഷ് നേരെ അകത്തേക്ക് ചെല്ലുന്നു. അമ്മായിയപ്പന്റെ കാലിൽ വീഴുവാനായിട്ടാണ് ചെല്ലുന്നത്. അമ്മായിയപ്പനാണെങ്കിലോ അവളെ കളിയാക്കിയതുപോലെ ചിരിക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നീ ഇതുപോലെ തന്നെ തിരികെ വന്ന് എന്റെ കാലിൽ വീഴുമെന്ന്. എന്നാൽ അതിന് മറുപടിയായിട്ട് കമലേഷ് പറയുന്നത്, ഞാൻ പോരാടുവാനായിട്ട് പോവുകയാണ്. വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ ഭർത്താവിന്റെ വീട്ടിൽ ഒരുപാട് ക്രൂര പീഡനങ്ങൾ അനുഭവിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഞാൻ പോരാടാൻ പോവുക. അനുഗ്രഹം വാങ്ങുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, അല്ലാതെ കാലിൽ വീണ് മാപ്പ് പറയാനല്ല എന്നും അവൾ പറയുന്നു. അത് കേട്ട് അമ്മായിച്ചൻ ഞെട്ടിപ്പോവുകയാണ്. കാര്യം ഇത്രയും നാള് തന്റെ മരുമകൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. പെട്ടെന്നൊരു മാറ്റം അമ്മായിച്ചനും താങ്ങാൻ കഴിഞ്ഞില്ല. കമലേഷിന്റെ മുത്തശ്ശന് നിയമവശങ്ങളൊക്കെ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് നേരെ അവർ മുത്തശ്ശനടുത്തേക്കാണ് പോകുന്നത്. നടന്ന കാര്യങ്ങളെല്ലാം മുത്തശ്ശനോട് തുറന്നു പറയും. ഈ ഒരു കാരണം പറഞ്ഞ് കേസ് ഫയൽ ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. വേണമെങ്കിൽ ഡൗറി കേസ് ഫയൽ ചെയ്യുവാനായിട്ട് കഴിയും. പക്ഷേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അമ്മായിച്ചനും അമ്മായിയമ്മയും അകത്ത് പോകും. അല്ലാതെ വേറൊരു വഴിയുമില്ല എന്നുള്ളതാണ് മുത്തശ്ശൻ പറയുന്നത്. അങ്ങനെ പൂജയാണെങ്കിലോ ഡൗറി കേസ് ഫയൽ ചെയ്യാമെന്നും തീരുമാനിക്കുന്നു. പക്ഷേ കമലേഷിന് അതിന് താല്പര്യമില്ല. കാരണം അമ്മായിച്ചനും അമ്മായിയമ്മയും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അവരാവശ്യമില്ലാതെ ജയിലിൽ കിടക്കുന്നത് ആലോചിച്ചാണ് കമലേഷിന് ടെൻഷൻ. ഒടുവിൽ പൂജയാണെങ്കിൽ ഒരുപാട് പറഞ്ഞു പറഞ്ഞ് അവർ ആ ഒരു കേസും ഫയൽ ചെയ്യുകയാണ്. അങ്ങനെ അമ്മായിച്ചനെയും അമ്മായിയമ്മയും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. നോൺ ബെയിലബിൾ ആയിട്ടുള്ള കേസാണെന്നാണ് മുത്തശ്ശൻ പറഞ്ഞിരുന്നത്. പക്ഷേ കമലേഷിന്റെ അമ്മായിച്ചനിപ്പോൾ ബെയിൽ കിട്ടിയിരിക്കുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ബെയിൽ കിട്ടില്ലെന്നാണല്ലോ പറഞ്ഞത് എന്നൊക്കെ മുത്തശ്ശനോട് ചോദിക്കുമ്പോൾ, മുൻകൂട്ടി തന്നെ അമ്മായിച്ചനാണെങ്കിൽ ബെയിലിന് അപ്ലൈ ചെയ്തിരുന്നു. ഇങ്ങനൊരു കാര്യം സംഭവിക്കുമെന്ന് മിക്കവാറും അമ്മായിച്ചന് നന്നായിട്ട് അറിയാമായിരിക്കുമെന്നും മുത്തശ്ശൻ പറയുകയാണ്. കമലേഷ് പോരാട്ടത്തിന് ഇറങ്ങിയപ്പോൾ തന്നെ അമ്മായിച്ചനാണെങ്കിലോ ഈ ഒരു കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ബെയിലൊക്കെ നേരത്തെ വാങ്ങി വെച്ചിരുന്നതും. എന്നാൽ അമ്മായിച്ചനിപ്പോൾ തനിക്കെതിരായിട്ട് കമലേഷ് ഇങ്ങനെ ചെയ്തത് കൊണ്ട് തന്നെ വല്ലാതെ ദേഷ്യം വരികയാണ്. മാത്രമല്ല രണ്ടാമത്തെ മരുമകളായ പൂജയും കൂടെയുണ്ടല്ലോ. നേരെ കമലേഷിന്റെ അമ്മായിച്ചനാണെങ്കിൽ തന്റെ രണ്ട് ആൺമക്കളെയും കൂട്ടി പൂജയുടെ വീട്ടിലേക്ക് പോകും. പൂജയുടെ അച്ഛനോട് സംസാരിക്കുകയാണ്. മകളെ പറഞ്ഞ് മനസ്സിലാക്കി വീട്ടിലേക്ക് പറഞ്ഞു വിടണം. കുടുംബത്തിന്റെ അഭിമാനമാണ് ഇപ്പോൾ കപ്പൽ കയറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ അയാളെ ഒരുപാട് ബ്രെയിൻ വാഷ് ചെയ്യുന്നു. അതിനുശേഷം ഒരു വെള്ളം കുടിക്കുവാനായിട്ടും കൊടുക്കുകയാണ്. അതിൽ രണ്ട് ടാബ്ലറ്റ് കലക്കിയതിനു ശേഷമാണ് കമലേഷിന്റെ അമ്മായിച്ചനാണെങ്കിൽ ആ ഒരു വെള്ളം പൂജയുടെ അച്ഛനെ കൊണ്ട് കുടിപ്പിക്കുന്നതും. വെള്ളം കുടിച്ചതും ഉടനെ തന്നെ പൂജയുടെ അച്ഛന് സുഖമില്ലാതാവുകയാണ്. എന്നാൽ ഇതേ സമയം പുറത്തു നിൽക്കുകയാണ് അരുൺ. അരുണിനെ കാണുന്ന സമയത്ത് കമലേഷിന്റെ ഹസ്ബൻഡിന് വല്ലാതെ ദേഷ്യം വരും. നിന്നോട് മിണ്ടുവാൻ പോലും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ, ഞാനെന്താ നിന്നെ പോലെ ആകണോ? ഭാര്യ പറയുന്നത് കേട്ട് നടക്കണോ എന്നൊക്കെ അവൻ ചോദിക്കുന്നു. അവർ രണ്ടുപേരും തർക്കിച്ചുകൊണ്ട് നിൽക്കുന്ന സമയമാണ് പൂജയുടെ അച്ഛന് സുഖമില്ല എന്ന് പറഞ്ഞ് അവരുടെ അച്ഛൻ വിളിക്കുന്നതും. അങ്ങനെ പൂജയുടെ അച്ഛനെ എത്രയും വേഗം ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകുന്നു. ഈ ഒരു വിവരം പൂജ അറിയുകയാണ്. പൂജ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്കും എത്തുന്നുണ്ട്. എന്നാൽ പൂജയുടെ അമ്മായിച്ചനാണെങ്കിൽ അച്ഛനെ ഒരുപാട് ബ്രെയിൻ വാഷ് ചെയ്തത് കൊണ്ട് തന്നെ പൂജയോട് അച്ഛൻ സംസാരിക്കും. നീ എന്തായാലും ഈ കേസെല്ലാം ഉപേക്ഷിക്കണം. അവരുടെ വീട്ടിലേക്ക് തിരികെ പോകണം. നിന്റെ അനുജന് ജോലി വാങ്ങി കൊടുക്കാമെന്നാ നിന്റെ അമ്മായിച്ചൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ നിനക്കറിയാമല്ലോ. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ് തന്റെ അവസ്ഥയെല്ലാം അച്ഛൻ പൂജയോട് തുറന്നു പറയുന്നു. പൂജയ്ക്കാണെങ്കിലോ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യുമെന്നറിയാത്തൊരവസ്ഥയിൽ നിൽക്കുകയാ. മാത്രമല്ല പൂജയ്ക്കടുത്തേക്ക് അരുണും എത്തുന്നുണ്ട്. ഇതുവരെ നടന്നതെല്ലാം നീ മറക്കണം. ഇനി എന്തായാലും നമുക്ക് നമ്മുടെ ലൈഫ് വീണ്ടും ആരംഭിക്കാം. പഴയതുപോലെ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ അവളോട് പറഞ്ഞ് അവളെ ബ്രെയിൻ വാഷ് ചെയ്യുവാനായി നോക്കുന്നു.
പക്ഷേ പൂജയ്ക്ക് തിരികെ പോകുവാനായിട്ട് ഒരു തരത്തിലുള്ള താല്പര്യവുമില്ല. എന്നാൽ വീട്ടിലെ അവസ്ഥയൊക്കെ ചിന്തിച്ച് പൂജയാണെങ്കിലോ എന്ത് തീരുമാനിക്കണമെന്ന് ചിന്തിച്ചു നിൽക്കുകയാ. വേറെ വഴിയില്ലാതെ പൂജ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരികെ എത്തുകയാണ്. കൂടെ കമലേഷുമുണ്ട്. കമലേഷും പൂജയും തന്റെ വീട്ടിലേക്ക് തിരികെ എത്തിയെങ്കിലും അരുണാണെങ്കിലോ പൂജയോട് നല്ല സ്നേഹത്തോടു കൂടിയൊക്കെ പെരുമാറുവാനായും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം അവന്റെ അഭിനയമാണ്. ഇടയ്ക്കിടയ്ക്ക് അവന്റെ സ്വയരൂപമെല്ലാം പുറത്തേക്ക് വരുന്നുമുണ്ട്. എന്നാൽ കമലേഷിനെയും പൂജയും കാണുന്ന അവരുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു വയസ്സായ മുത്തശ്ശി പറയുന്നുണ്ട്, വർഷങ്ങളായിട്ട് വിവാഹം കഴിഞ്ഞ സ്ത്രീകളൊക്കെ ഇത് അനുഭവിക്കുന്നതാ. ഒരിക്കലും പോരാടാതിരുന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ തന്നെ നടന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ രണ്ടുപേരും ഈ ഒരു പോരാട്ടം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഐഡിയ പൂർവ്വം നിങ്ങളെ ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. അല്ലാതെ സ്നേഹത്തോടു കൂടിയല്ല നിങ്ങളെ ഇവിടേക്ക് വരുത്തിച്ചതെന്നുള്ള കാര്യം ആ ഒരു മുത്തശ്ശി പറയുന്നു. അതെല്ലാം കേട്ടതും കമലേഷിനാണെങ്കിൽ ആകെ ദേഷ്യവും ഒക്കെ വരികയാണ്. മാത്രവുമല്ല അരുണിനോടൊന്നും മിണ്ടുവാൻ പോലും കമലേഷ് കൂട്ടാക്കുന്നതുമില്ല. അങ്ങനെയിരിക്കെ അവരുടെ നാട്ടിൽ ഉത്സവം നടക്കുകയാണ്. ഈ ഉത്സവത്തിന് പ്രഭാഷണമൊക്കെ ഉണ്ടല്ലോ. പ്രഭാഷണം നടക്കുന്നതിന്റെ ഇടയിലേക്ക് കമലേഷ് സംസാരിക്കുവാനായും എത്തുന്നു. ഒരുപാട് സ്ത്രീകളുണ്ട്. കമലേഷ് ആണെങ്കിൽ ഓരോ കാര്യങ്ങളായിട്ടും സംസാരിച്ചു തുടങ്ങുന്നു. വർഷങ്ങളായിട്ട് സ്ത്രീകൾ ഭർത്താവിന്റെ വീട്ടിൽ അനുഭവിക്കുന്ന കാര്യവും മാത്രമല്ല സ്ത്രീകളെ വീട്ടിലെ അടുക്കളക്കാരിയെ പോലെയാണ് കാണുന്നതെന്നും സ്ത്രീകൾ ഒരു വീട്ടില് ജോലി ചെയ്യാൻ വേണ്ടി മാത്രമുള്ളൊരു ജന്മമായിട്ടാണ് എല്ലാ പുരുഷന്മാരും കാണുന്നതും എന്നൊക്കെ കമലേഷ് പറയുന്നു. മാത്രമല്ല കമലേഷ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഒരു ന്യൂസ് പേപ്പർ കിട്ടിയാലും ന്യൂസ് പേപ്പറിന്റെ ആദ്യത്തെ പേജ് പുരുഷന്മാർക്കുള്ളതാണ്, അവസാനത്തെ പേജ് മാത്രമാണ് സ്ത്രീകൾക്കുള്ളത്. അത് സ്ത്രീകളോട് കാണിക്കുന്ന നീതികേടല്ലേ എന്നുള്ള രീതിയിലൊക്കെ കമലേഷ് സംസാരിക്കുന്നു. മാത്രമല്ല കമലേഷ് അവിടേക്ക് പൂജയെ വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് പൂജ അവളുടെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങളെല്ലാം തുറന്നു പറയുവാനായിട്ടും പറയും. പൂജ തന്റെ ഹസ്ബൻഡ് തന്നോട് ചെയ്ത കാര്യങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് അവൾ എണ്ണി പറയുന്നു. അതെല്ലാം കേട്ട് അവിടെ ഉണ്ടായിരുന്നവരൊക്കെ ഞെട്ടിപ്പോവുകയാണ്. കൂടെ കമലേഷിന്റെ അമ്മായിയച്ഛനും ഭർത്താവും അരുണുമൊക്കെ ഉണ്ടല്ലോ. എന്നാൽ അത് കേൾക്കുന്ന അമ്മായിയച്ഛനാണെങ്കിലോ എഴുന്നേറ്റിട്ട് ആ ഒരു പ്രഭാഷണം അവസാനിപ്പിക്കുവാനായിട്ടും എല്ലാവരെയും അവിടെ നിന്ന് പറഞ്ഞു വിടുവാനായിട്ടും ഒക്കെ ശ്രമിക്കുന്നു. പോകുവാനായി ഇറങ്ങുന്ന സ്ത്രീകളോട് കമലേഷ് ഒരു കാര്യം ചോദിക്കുന്നു. നിങ്ങളൊക്കെ വിവാഹം കഴിഞ്ഞ് ഇത്രയും വർഷമായില്ലേ? ഇത്രയും വർഷത്തിനിടയിൽ വെച്ച് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ സമ്മതത്തോടു കൂടിയാണ് നിങ്ങളുടെ ദേഹത്ത് തൊട്ടിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ തിരികെ പോകാം. ഇല്ലാത്തവരാണെങ്കിൽ ഒന്ന് നിൽക്കണമെന്നും കമലേഷ് പറയുന്നു. അപ്പോൾ എല്ലാ സ്ത്രീകളും അവിടെ നിൽക്കുകയാണ്. വർഷങ്ങളായിട്ട് സ്ത്രീകൾ എല്ലാവരും അത് അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അവരുടെ അനുവാദമില്ലാതെയാണ് അവരുടെ ഭർത്താക്കന്മാരെല്ലാവരും അവരെ ക്രൂരമായിട്ട് ഉപയോഗിച്ചു കൊണ്ടേയിരുന്നതും. പക്ഷേ പുറത്തു പറയാൻ കഴിയാതെയാണ് അവർ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു കൊണ്ടേയിരുന്നതും. അതെല്ലാം ഇപ്പോൾ കമലേഷിനും പൂജയ്ക്കും ഒക്കെ മനസ്സിലായി. എന്നാൽ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ട് ദേഷ്യം വന്ന അരുണാണെങ്കിൽ പൂജയെ വന്ന് തല്ലുകയാണ്. അത് കാണുന്നതും കമലേഷിന് ദേഷ്യം വരികയും കമലേഷ് ആണെങ്കിലോ അരുണിനിട്ടൊന്ന് കൊടുക്കുകയും ചെയ്യുന്നു. നിന്നെ ഇത്രയും നാളായിട്ട് ഞാൻ തല്ലിയിട്ടേയില്ല. പക്ഷേ നീ ചെയ്ത ഈ ഒരു പ്രവൃത്തി എനിക്കത് ഒട്ടും ഇഷ്ടമായില്ല. നിന്നോടിനി ഞാൻ സഹകരിക്കണം മിണ്ടണം എന്നുണ്ടെങ്കിൽ നീ ചെയ്ത തെറ്റിന് നീ ജയിലിൽ പോകണം. ശിക്ഷ അനുഭവിച്ചതിന് ശേഷം തിരികെ വന്നാൽ മാത്രമേ ഞാൻ നിന്നോട് മിണ്ടൂ. ഇല്ലാത്ത പക്ഷം നീ ഒരിക്കലും എൻ്റെ മകളുടെ വിവാഹത്തിനോ ഞാൻ മരണപ്പെട്ടാലോ പോലും നീ വരാൻ പാടില്ല. നിന്നെ ഞാൻ വെറുത്തു കഴിഞ്ഞു എന്നുള്ള കാര്യം കമലേഷ് പറയുകയാണ്. അവിടേക്ക് കമലേഷിന്റെ ഹസ്ബൻഡും എത്തുന്നുണ്ട്. ഇത്രയും നേരമായിട്ടും ഒന്നും മിണ്ടാതെ ഇത്രയും വർഷമായിട്ടും അച്ഛൻ പറയുന്നതെല്ലാം കേട്ട് ജീവിച്ചിരുന്നതാണല്ലോ കമലേഷിന്റെ ഹസ്ബൻഡ്. കമലേഷിന്റെ ഹസ്ബൻഡ് പറയുന്നത് അരുണിനെ അച്ഛൻ നന്നായിട്ടല്ല വളർത്തിയതെന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങളും കമലേഷിന്റെ ഹസ്ബൻഡ് എണ്ണി എണ്ണി പറയുകയാണ്. ഒരുപാട് സ്ത്രീകൾ വിവാഹശേഷം ഭർത്താവിൽ നിന്നും ക്രൂര പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. വിവാഹശേഷവും ക്രൂരമായിട്ട് റേപ്പ് ചെയ്യപ്പെടുന്ന ഒരുപാട് സ്ത്രീകൾ ഈ ലോകത്തുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഈ ലോകത്തൊരു നിയമം വരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സീരീസിന്റെ കഥ അവിടെ അവസാനിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.